നമസ്കാരം, വെൽക്കം ടു ആംസ് അക്കാഡമി ഡിഗ്രി ക്ലാസ്സസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ സ്കൂൾ ഫോർ സിമ്പതി എന്നുള്ള ലെസണിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, മറ്റ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എസ്സേ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാണ് എസ്സേ ആയിട്ട് എഴുതേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ലെസണിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സിമ്പതി എന്നുള്ള ആ ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പതി എന്താണെന്നുള്ളത് എഴുതാം. സോ സിമ്പതി ഈസ് വെരി എസെൻഷ്യൽ ഇൻ ദ സോഷ്യൽ ലൈഫ്. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ സോഷ്യൽ ബീയിങ്. സോ you must be sympathetic to your fellow beings, then only you can lead a happy life എന്നൊക്കെ പറഞ്ഞിട്ട് ജനറലായിട്ട് സിമ്പതിയെ പറ്റിയിട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഹിയർ ഇസ് എ സ്റ്റോറി ഓർ E.V. Lucas, famous writer, wrote a story about school for sympathy, and in that story he describes about a school which works for or which helps to learn what is sympathy and empathy എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുതാം. ഓക്കെ, ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ബിക്കോസ് ഡിഗ്രി സ്റ്റുഡൻസിന് അറിയാം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതെന്നുള്ള കാര്യവും എങ്ങനെ നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊരു എസ്സേ എഴുതാം എന്നുള്ള കാര്യമൊക്കെ കൊച്ചുകുട്ടികളോട് പറഞ്ഞു തരുന്ന പോലെ നിങ്ങളോട് പറഞ്ഞു തരണ്ടല്ലോ അല്ലേ. സോ അത്യാവശ്യമായിട്ട് സിമ്പതിയെ പറ്റിയിട്ടുള്ള ഒരു കോട്ട് നിങ്ങൾ കണ്ടുവച്ചേക്കണം കേട്ടോ. അതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അതല്ലാന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പതിയെ പറ്റിയിട്ടുള്ള ഒരു കോട്ട് കിട്ടും. പ്രത്യേകിച്ച് ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കോട്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒരു കോട്ടും കൂടി ഈ എസ്സേയിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ ഇമ്പാക്റ്റ് ഓഫ് ദിസ് റൈറ്റ് അപ്പ്? അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ഇമ്പാക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദിസ് സ്റ്റോറി helps to bring thoughtfulness, appreciation, equality, sympathy and humanity in the readers. സോ ഈ ഒരു സ്റ്റോറി നമ്മൾ വായനക്കാരുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു അവസരം തരുന്നു. അതുപോലെ തുല്യത, സിമ്പതി, അതുപോലെ മനുഷ്യത്വമൊക്കെ റൈറ്റേഴ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Through the willing transformation of abled pupils into pupils of disability, they can learn the difficulties of disabled easily. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലൂടെ വില്ലിംഗ് ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അതായത് കുട്ടികളുടെ അറിവോടെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏബിൾഡ് കുട്ടികൾ, അതായത് ഒരു കുഴപ്പവുമില്ലാത്ത കുട്ടികൾ ഫിസിക്കലി ഏബിൾഡ് കുട്ടികളായി മാറുമ്പോൾ അവർക്ക് ഫിസിക്കലി ഏബിൾഡ് ആയ കുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഈസി ആയിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നോർമൽ കുട്ടികൾ ഫിസിക്കലി ഏബിൾഡ് കുട്ടികളായിട്ട് മാറുമ്പോൾ ആ വിഷമങ്ങൾ, ഓക്കെ, ഫിസിക്കലി ഏബിൾഡ് കുട്ടികൾ അനുഭവിക്കുന്ന ആ വിഷമങ്ങൾ നോർമൽ കുട്ടികൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഈ സ്റ്റോറി ശരിക്കും റീഡേഴ്സിനുള്ളിൽ വരുത്തുന്ന ഒരു ഇമ്പാക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ മീൻസ് 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ എഴുതാവുന്നതാണ് കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ ഒരു 4 മാർക്സിനൊക്കെ ചോദിച്ചാൽ എന്ത് എഴുതും എന്നൊരു ചിന്തയുണ്ടാവും. അപ്പോൾ നിങ്ങൾ E.V. ലൂക്കസിൻ്റെ ഈ ഒരു സ്റ്റോറിയുടെ ചെറിയ കാര്യങ്ങളും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, വരും ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളും കൂടി ആ ഒരു പാരഗ്രാഫിലോട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ഡിഫിക്കൽട്ടീസ് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ്ഡ് വെൻ ദേ ആക്റ്റഡ് ബ്ലൈൻഡ്? കുട്ടികൾ ബ്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഡിഫിക്കൽട്ടീസ്, പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്ലൈൻഡ് ഡേ ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ ബ്ലൈൻഡ് ഡേ ആണ് കുട്ടികൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഡേ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ ബ്ലൈൻഡ് ഡേ ദെയർ ഐസ് ആർ ബാൻഡേജ്ഡ് ആൻഡ് ഇറ്റ് ഇസ് എ പോയിന്റ് ഓഫ് ഓണർ നോട്ട് ടു പീപ്പ്. അപ്പോൾ ബ്ലൈൻഡ് ഡേയുടെ അന്ന് ഏത് കുട്ടിയാണോ ബ്ലൈൻഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആ കുട്ടിയുടെ കണ്ണുകൾ ബാൻഡേഡ് യൂസ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യും. ആ ഒരു ഡേയിൽ ഒളിഞ്ഞു നോക്കരുത്. ഓണർ ഓഫ് പീപ്പ് മീൻസ് ഒളിഞ്ഞു നോക്കരുത്. ഓണർ നോട്ട് ടു പീപ്പ് വിച്ച് മീൻസ് ഒളിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു കുട്ടി അങ്ങനെ ഒളിഞ്ഞു നോക്കില്ല എന്നാണ് പറയുന്നത്. ഓൺ ദിസ് ഡേ students feared that they are going to hit something all the time and sitting down gave a relief to them. അപ്പോൾ ആ ദിവസം കുട്ടികൾക്ക് പേടിയാണ്, കാരണം അവരറിയാതെ എന്തിലെങ്കിലും ചെന്ന് ഇടിക്കുമോ അതുപോലെ എവിടെയെങ്കിലും ഇരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും റിലീഫ് നൽകുന്ന കാര്യവും. They need assistance in every time. All these difficulties are students experienced when they act blind. So അവർക്ക് ഏത് സമയം ഒരു അസിസ്റ്റൻസ് വേണം, ഒരാൾ അസിസ്റ്റൻ്റായിട്ട് വേണം, അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമേ അവർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിഫിക്കൽട്ടീസ് എല്ലാം തന്നെ ബ്ലൈൻഡ് ഡേയിൽ കുട്ടികൾ ആ ബ്ലൈൻഡായിട്ട് ആക്ട് ചെയ്യുന്ന കുട്ടികൾ അനുഭവിക്കുന്നതാണ്. ഓക്കെ,
ഇനി ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുതാം EV ലൂക്കസിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് സ്കൂൾ ഫോർ സിമ്പതി ആൻഡ് ദാറ്റ് സ്റ്റോറി ഈസ് അബൌട്ട് എ സ്കൂൾ വിച്ച് വർക്ക്സ് ഫോർ സിമ്പതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് പറയാം ആ സ്കൂളിൽ ഒരു ദിവസം ബ്ലൈൻഡ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് വരാം. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് 4 മാർക്സിനുള്ള പോയിൻറ്റ്സ് ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ ഫംഗ്ഷൻ ഓഫ് ലാസ്റ്റ് ലൈൻസ് ഇൻ ദ പോയം. ഈ പോയത്തിൻ്റെ ലാസ്റ്റ് ഈ ഒരു സ്റ്റോറിയുടെ ലാസ്റ്റ് ഒരു പോയത്തിൽ നിന്നുള്ള കുറച്ച് ലൈൻസ് ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ലൈൻസ് ഓഫ് ദിസ് പോയം ഇസ് ടേക്കൺ ഫ്രം വില്യം ബ്ലേക്സ് ഓൺ അനദർ സോറോ. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്ന ലൈൻസ് വില്യം ബ്ലേക്കിൻ്റെ ഓൺ അനദർ സോറോ എന്നുള്ള വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ഈ ഒരു പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ഓർത്ത് വെച്ചേക്കാം. എസ് ആയിട്ട് എഴുതുമ്പോഴും നിങ്ങൾക്ക് എഴുതാം ഈ ഒരു സ്റ്റോറിയുടെ ലാസ്റ്റ് വില്യം ബ്ലേക്കിൻ്റെ ഓൺ അനദർ സോറോ എന്നുള്ള ആ ഒരു പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് എഴുതാം. ദ പോയം ഡിസ്കസസ് ദ നീഡ് ഫോർ ഡിവൈൻ എംപതി ആൻഡ് കമ്പാഷൻ. ഈ പോയത്തിൽ ഡിവൈൻ എംപതി, ഒരാളോട് നമ്മൾ കാണിക്കേണ്ടുന്ന ആ ഒരു ഒരു സഹജീവി മനോഭാവം, ഓക്കെ, അതും അനുകമ്പയും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ പോയത്തിൽ. ത്രൂ കോട്ടിംഗ് ദിസ് ലൈൻസ് EV ലൂക്കസ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ സം വൺ ഹു ബിലീവ് deeply in God's love and a common empathy amongst human beings to not feel as a sufferer does. So ഈ ഒരു ലൈൻസിലൂടെ EV ലൂക്കസ് ഉദ്ദേശിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ സം വൺ ഹു ബിലീവ്സ് ഇൻ ഡീപ്ലി ഇൻ ഗോഡ്സ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും സഹജീവികളോട് അങ്ങനെ ഒരു അനുകമ്പ കാണിക്കാതിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സഹജീവി അനുഭവിക്കുന്ന അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? നമുക്ക് അവരോടൊരു അനുകമ്പ തോന്നുന്നതുകൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ആർക്കും സഹജീവികളോട് അനുകമ്പ കാണിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഈ ലൈൻസിൻ്റെ മീനിങ്, അല്ലെങ്കിൽ ഈ ലൈൻസിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ എഫേർട്സ് ടു ഡെവലപ്പ് എംപതി ഇൻ ടീനേജേഴ്സ്. ഇപ്പോൾ ടീനേജേഴ്സിനുള്ളിൽ എംപതി കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ എഫേർട്സ് ആണ് മിസ് ബീം ഈ ഒരു സ്കൂളിൽ ചെയ്യുന്നതെന്നാണ് ചോദ്യം. Miss Beam's school is very interesting and her teaching methods are very simple and helpful to develop empathy in the teenagers. അപ്പം മിസ് ബീമിൻ്റെ സ്കൂള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്ന ഒരു സ്കൂളാണ്. അവിടുത്തെ ടീച്ചിങ് മെത്തേഡ്സ് വെരി സിമ്പിളാണ്. അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ഉള്ളിൽ സഹജീവികളോട് ഒരു അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. In that school, they teach simple and useful things to pupils like spelling, adding, subtracting, multiplying, writing, etc. നോർമൽ സ്കൂളിലെ പോലെ കുട്ടികളെ സ്പെല്ലിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ആഡിങ് കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഗുണിക്കാനും അതുപോലെ എഴുതാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. All the other things are taught by reading and through interesting tasks. മറ്റു കാര്യങ്ങളെല്ലാം റീഡിങ്ങിലൂടെയും വായനയിലൂടെയും അതുപോലെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കിലൂടെയുമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇൻഫാക്ട് നോ അതർ ലെസൺസ് ആർ ഗിവൻ. ശരിക്കും ഇതിനപ്പുറം മറ്റ് ലെസൺസ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാറില്ല. ദ റിയൽ എയിം ഓഫ് മിസ് ബീംസ് സ്കൂൾ ഇസ് ടു ടീച്ച് തോട്ട്ഫുൾനെസ്, ഹ്യൂമാനിറ്റി, കൈൻഡ്നെസ് ആൻഡ് സിറ്റിസൺഷിപ്പ് ടു ദ ടീനേജേഴ്സ്. അപ്പോൾ ടീനേജേഴ്സിൻ്റെ ഉള്ളിൽ ഒരു സഹജീവികളോടുള്ള സ്നേഹം, അതുപോലെ എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ളൊരു ചിന്ത, അതുപോലെ മനുഷ്യത്വവും ദയയും നല്ല പൗരനാവാൻ എന്തൊക്കെ വേണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. All the children in the school have to observe a blind day, lame day and deaf day and a dumb day. അപ്പം ആ സ്കൂളിലെ എല്ലാ കുട്ടികളും ഒരു ദിവസം ബ്ലൈൻഡായിട്ടും ചെവി കേൾക്കാൻ പറ്റാത്ത ആളായിട്ടും സംസാരിക്കാൻ പറ്റാത്ത ആളായിട്ടും മുടന്തുള്ള ഒരാളായിട്ടും, ലെയിം മീൻസ് മുടന്തുള്ള ഒരാളായിട്ടും ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. It would help the young minds to appreciate and understand misfortunes of others. ഇത് കുട്ടികളുടെ ഉള്ളിൽ തന്നെ മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനകളെ പറ്റിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. The children learn to be helpful to each other and be compassionate. കുട്ടികൾ പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ ഇടവരുത്തുകയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദയയുള്ളവരായി മാറുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്കൂളിൻ്റെ എയിമാണ്. They learn the necessary values required for a peaceful coexistence in this world. അപ്പോൾ ഈ ഒരു വേൾഡിൽ, ഈ ലോകത്ത് നമ്മൾ പരസ്പരം സ്നേഹത്തോടെ എങ്ങനെ കഴിയണം, ഒത്തൊരുമയോടെ എങ്ങനെ കഴിയണം എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ വാല്യൂസ് കൂടി കുട്ടികൾ പഠിക്കും എന്നാണ് പറയുന്നത്. By self-imposing blindness, deafness, lameness and dumbness, children understand the sufferings of the disabled people and try to help them. അപ്പോൾ കുട്ടികളുടെ മേലിൽ സെൽഫ് ഇമ്പോസ് ചെയ്യാണ്,
മീൻസ് അടിച്ചേൽപ്പിക്കുകയാണ്, പക്ഷേ അത് കുട്ടികൾ വില്ലിംഗ്ലി അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം മുടന്തനായിട്ടും കണ്ണ് കാണാൻ വയ്യാത്ത ആളായിട്ടും ചെവി കേൾക്കാൻ വയ്യാത്ത ആളായിട്ടും സംസാരിക്കാൻ വയ്യാത്ത ആളായിട്ടും ഒക്കെ കുട്ടികൾ മാറുമ്പോൾ അവർക്ക് ഈ ലോകത്ത് ഡിസേബിൾഡ് പീപ്പിൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Thus, the child will grow up as considerate and sympathetic. This also kills one's selfishness. അങ്ങനെ കുട്ടികൾ വളരെയധികം സിമ്പത്തറ്റിക് ആയിട്ടും മറ്റുള്ളവരെ പരിഗണിക്കുന്ന രീതിയിലും ഒക്കെ വളർന്നു വരികയും അവരുടെ സെൽഫിഷ്നെസ്, അതായത് തങ്ങൾക്ക് മാത്രമേ എല്ലാം ആകാവൂ എന്നുള്ള ആ ഒരു സ്വാർത്ഥതാ മനോഭാവം ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പാരിസൺ വിത്ത് മിസ് ബീംസ് സ്കൂൾ വിത്ത് മോഡേൺ ഡേ സ്കൂൾ. മോഡേൺ ഡേ സ്കൂളുമായിട്ട് മിസ് ബീമിൻ്റെ സ്കൂളിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതുമായിരിക്കും? ആദ്യം മോഡേൺ ഡേ സ്കൂളിൻ്റെ പ്രത്യേകതകൾ പറയും, പിന്നെ മിസ് ബീമിൻ്റെ സ്കൂളിൻ്റെ പ്രത്യേകതകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യും അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഇൻ മോഡേൺ ഡേ സ്കൂൾസ് ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ മാനേജ്മെൻറ്റ് ട്രൈസ് ടു കൾട്ടിവേറ്റ് ട്രെയിൻഡ് പ്രൊഫഷണൽസ് നോട്ട് ഹ്യൂമൻ ബീങ്സ്. മോഡേൺ ഡേ സ്കൂളിൽ ടീച്ചേഴ്സും സ്കൂൾ മാനേജ്മെൻറ്റും കുറച്ച് പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്, അല്ലാതെ ഹ്യൂമൻ ബീങ്സിനെ ക്രിയേറ്റ് ചെയ്യാനല്ല. എവറി ആക്ടിവിറ്റീസ് ആർ മെക്കാനിക്കൽ ആൻഡ് സ്റ്റഡീസ് ആർ ഓൺലി ബേസ്ഡ് ഓൺ ബുക്സ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് റിയൽ എയിം. അതുപോലെ സ്കൂളിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം മെക്കാനിക്കലാണ്. അതിനോടൊപ്പം ബുക്കുകളിലൂടെ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്, വെറും ബുക്കിഷ് നോളജ് മാത്രമാണ് അവിടെ എയിം ചെയ്യുന്നത്. Most schools are worried about their status, their strength, their score, their fluency and their pass outs. മിക്ക സ്കൂൾസിലും അവരുടെ സ്റ്റേറ്റസ്, അവരുടെ സ്ട്രെങ്ത്, അവരുടെ സ്കോറ്, അതുപോലെ ഫ്ലുവൻസി, പാസ് ഔട്ട്, അതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ മിക്ക സ്കൂളിൽ നോക്കിയാലും അറിയാം, 10ാം ക്ലാസ് 9ാം ക്ലാസ് വരെ അവർ എങ്ങനെയെങ്കിലും ടോളറേറ്റ് ചെയ്യും. 9 കഴിയുമ്പോൾ പഠിക്കാൻ മോശമുള്ള കുട്ടികളോട് പറയും, നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് മാറണം, ബിക്കോസ് ഞങ്ങൾക്ക് 100% വിജയമാണ് ആവശ്യം, സോ നിങ്ങൾ മാറണം എന്ന് പറയും. അങ്ങനെയൊക്കെ മാറ്റാനായിട്ട് സ്കൂൾസ് ശ്രമിക്കുന്നു. അതുപോലെ തങ്ങളുടെ കുട്ടികൾ ഭയങ്കര ഫ്ലുവൻ്റ് ആയിരിക്കണം, ബുക്കിലെ കാര്യങ്ങൾ അതേപോലെ മഗ്ഗപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ചിന്താഗതികളുള്ള സ്കൂൾസാണുള്ളത്. ആൻഡ് ഓൾസോ ഈവൻ ഒരു LKG സ്റ്റുഡൻറ്റിനെ സ്കൂളിൽ ചേർക്കുവാൻ പോലും ഇന്ന് ഭയങ്കര ഡൊണേഷനാണ് അല്ലേ? ഈവൻ ഈ കോവിഡ് ടൈംസിൽ പോലും ഒരു LKG സ്റ്റുഡൻറ്റിനെ നമ്മൾ സ്കൂളിൽ ചേർക്കുമ്പോൾ അവർ ഹൈ ഡൊണേഷനാണ് വാങ്ങുന്നത്. എന്നിട്ട് അവർ പറയും, നിങ്ങൾ ഞങ്ങളുടെ കുട്ടി യൂണിഫോം ഇട്ടുകൊണ്ടേ ഓൺലൈൻ ക്ലാസ്സിലിരിക്കാവൂ, ബിക്കോസ് അങ്ങനെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഡിസിപ്ലിൻ മനസ്സിലാവില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവർ ആവശ്യമില്ലാതെ ഒരുപാട് എമൗണ്ട് വാങ്ങുന്നു. ഇതൊക്കെയാണ് മോഡേൺ ഡേ സ്കൂളിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് നോക്കാം. ദേ ആർ വെരി ഫ്യൂ ഓർ നോ സ്കൂൾ ദറ്റ് എയിം ടു മേക്ക് ചിൽഡ്രൻ ഡെവലപ്പ് സിമ്പതി ഫോർ ദ ഡിസേബിൾഡ് ആൻഡ് പുവർ. ശരിക്കും വളരെ കുറച്ച് സ്കൂളുകളേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കൂൾ ഇല്ല എന്ന് തന്നെ പറയാം, ഇങ്ങനെ സിമ്പതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂൾസ്. ദേ ഓൾ ക്രിയേറ്റ് സം ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ബീങ്സ് വിതൗട്ട് മൈൻഡ് ഓർ ഫീലിങ്സ്. അപ്പോൾ അവർ ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ബീങ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. ചിന്തകളോ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ അവരുടേതായ ആഗ്രഹങ്ങളോ ഒന്നുമില്ലാത്ത ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ബീങ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ് സ്കൂൾസ് മുന്നിട്ട് നിൽക്കുന്നത്. Enabling the child to think the score is essential, they forget to bring thoughtfulness or concern for others. കുട്ടികളെ അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു, സ്കോറാണ്, നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്സ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് കൊണ്ടുവരുന്നു. അല്ലാതെ നിങ്ങൾ സഹജീവികളോടൊരു സ്നേഹം കാണിക്കണം, അനുകമ്പ കാണിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്കൂൾസ് കൊണ്ടുവരുന്നില്ല. Thoughtfulness makes us perfect, not just intelligence, smartness, fluency or marks. Thoughtfulness ആണ് നമ്മളെ എപ്പോഴും മറ്റുള്ളവരോടുള്ള സ്നേഹം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു, ആ ഒരു വേദന, അതൊക്കെ തന്നെയാണ് ഒരാളെ പെർഫെക്റ്റ് ആക്കുന്നത്. അല്ലാതെ ബുദ്ധിയോ സ്മാർട്ട്നെസ്സോ ഫ്ലുവൻസിയോ മാർക്സോ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. In Miss Beam's school, by self-imposing blindness, deafness, lameness and dumbness, children understand the sufferings of the disabled people and try to help them. അപ്പോൾ ബീമിൻ്റെ സ്കൂളിൽ ശരിക്കും ബ്ലൈൻഡ്നെസ്സും ഡെഫ്നെസ്സും ഒക്കെ സെൽഫ് ഇമ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സാധാരണക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Thus, the children will grow up as considerate and sympathetic. This also kills one's selfishness and help them to live as good citizens. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആൻസറിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് കുട്ടികളെ സിമ്പതിയോടുകൂടി ജീവിക്കുവാനും മറ്റുള്ളവരെ പരിഗണിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സ്വാർത്ഥത ഇല്ലാതാക്കുവാനും ഒക്കെ തന്നെ സഹായിക്കുമെന്ന് പറയുന്നു. അപ്പം ഇതൊരു എസ്സേ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം സിമ്പതി എന്താണെന്നുള്ളതിനെ പറ്റി പറയണം. മിസ് ബീമിൻ്റെ സ്കൂളിൽ സിമ്പതി കൊടുക്കുന്നു എന്ന് പറയണം, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ. പിന്നെ പറയണം മോഡേൺ ഡേ സ്കൂൾസിൽ സിമ്പതിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ മിസ് ബീമിൻ്റെ സ്കൂളിലെ ഓരോരോ പ്രത്യേകതകൾ എന്താണെന്ന് പറയണം. ലാസ്റ്റ് വന്നിട്ട് മിസ് ബീമിൻ്റെ സ്കൂൾ പോലൊരു സ്കൂള് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ, മോഡേൺ ഡേ സൊസൈറ്റിയിൽ ഇല്ല എന്ന് പറയണം.
അങ്ങനത്തെ സ്കൂൾ വരണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ ആ എസ്സേ നിർത്താനായിട്ട്. അപ്പോൾ ആ എസ്സേക്കുള്ളിൽ സിമ്പതിയെ പറ്റിയിട്ടുള്ളൊരു കോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലെങ്കിൽ ഗുഡ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടോ സിമ്പതിയെ പറ്റിയിട്ടോ ഒക്കെ ഉള്ള കോട്ട്സ് കിട്ടുമെങ്കിൽ, ഒരു കോട്ട് മതി, അത് കിട്ടുമെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, അത് അപ്ലൈ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Miss Beam speaks about the difference in the school curriculum. Suppose you are given an opportunity to design the curriculum. What would be your suggestion? How would you justify that? അപ്പോൾ മിസ് ബീമിൻ്റെ സ്കൂൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂളാണ്. നിങ്ങൾക്കൊരു സ്കൂൾ കരിക്കുലം ഡിസൈൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? I also try to ഇൻകൾക്കേറ്റ് സം വാല്യൂസ് ഫ്രം ദിസ് സ്റ്റോറി ഇൻ ടു മൈ കരിക്കുലം. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, ഞാനും ഈ സ്റ്റോറിയിലെ കുറച്ച് വാല്യൂസ് ഞാൻ ഡിസൈൻ ചെയ്യുന്ന കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യും. ഐ വിൽ അറേഞ്ച് പ്രോഗ്രാംസ് ബേസ്ഡ് ഓൺ ക്രിയേറ്റിംഗ് സിമ്പതി എമംഗ് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ ഇടയിൽ സിമ്പതി കൊണ്ടുവരുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്യും. ഐ വിൽ ഇൻട്രൊഡ്യൂസ് സിറ്റുവേഷൻസ് ദാറ്റ് വിൽ ബ്രിങ് എംപതി ഇൻ ദ സ്റ്റുഡൻസ്. കുട്ടികളിലെ എംപതി കൊണ്ടുവരാനുള്ള കാര്യങ്ങളും ഞാൻ ആ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യും. ഗിവിങ് മോർ എംഫസിസ് ടു ഹ്യൂമൻ വാല്യൂസ് ഇസ് മൈ മോട്ടീവ്. മനുഷ്യ മൂല്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, അതായിരിക്കും എൻ്റെ ലക്ഷ്യം. ദെൻ ഓൺലി വി ക്യാൻ ക്രിയേറ്റ് ഗുഡ് സിറ്റിസൻസ് ഇൻ അവർ കൺട്രി. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഗുഡ് സിറ്റിസൻസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആൻസർ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എംപതി? ഒരുവിധം എല്ലാവരും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും സിമ്പതിയും എംപതിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. നമുക്ക് നോക്കാം. എംപതി ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിങ്സ് ഓഫ് അനദർ. എംപതി എന്ന് പറയുന്നത് ഒരാളെ മനസ്സിലാക്കുവാനുള്ള നമ്മുടെ എബിലിറ്റിയാണ്. അയാളുടെ വിഷമങ്ങൾ നമ്മൾ നമ്മുടെ വിഷമമായി കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു മനസ്ഥിതിയാണ് എംപതി എന്ന് പറയുന്നത്. അതേസമയം സിമ്പതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഫീലിംഗ് മറ്റൊരാളുടെ വിഷമം കാണുമ്പോൾ നമുക്കും എന്ത് തോന്നുന്നു? വിഷമം തോന്നുന്നു. അത് മാത്രമാണ് സിമ്പതി എന്ന് പറയുന്നത്. മറ്റൊരാളുടെ ഫീലിംഗ് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു, അത് സിമ്പതി. എന്നാൽ മറ്റൊരാളുടെ ഫീലിംഗ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്നതുമാണ് എംപതിയിൽ വരുന്നത്. എംപതി എന്ന് പറയുന്നത് മലയാളത്തിൽ സഹതാപം എന്ന് പറയും. എംപതി എന്ന് പറയുന്നത് സമാനുഭാവമാണ്. മറ്റൊരാളുടെ വിഷമം കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അതെങ്ങനെയെങ്കിലും മാറ്റിക്കൊടുക്കണം എന്നുള്ള നമ്മുടെ ഒരു ചിന്തയാണ് എംപതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എനിക്കറിയാം ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും സിമ്പതിയെ പറ്റിയിട്ടൊരു കോട്ട് പറഞ്ഞു തരുമോ മിസ് എന്ന് ചോദിക്കും. ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ സിമ്പതിയെ പറ്റിയിട്ടൊരു കോട്ട് പറഞ്ഞുതരാം. ദിസ് കോട്ട് വാസ് ബൈ മഹാത്മാ ഗാന്ധി. The best way to find yourself is to lose yourself in the service of others. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ്? നിങ്ങളെ തന്നെ കണ്ടെത്തണമെങ്കിൽ മറ്റുള്ളവരെ സേവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിസ് കോട്ട് ഇസ് അബൌട്ട് വാട്ട് ഇസ് സിമ്പതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ആസ് മഹാത്മാ ഗാന്ധി സെഡ് ഓർ ആസ് അവർ ഫാദർ ഓഫ് നേഷൻ ഗാന്ധിജി സെഡ്, the best way to find yourself is to lose yourself in the service of others. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. E.V. Lucas through his story The School for Sympathy sharing the same idea that Gandhiji shared എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതി വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്കറിയാലോ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തത് സീറോ സം ഗെയിം ആണ് കേട്ടോ. അതിൻ്റെ നോട്ട്സ് ആണ്. നമ്മൾ ക്ലാസ്സസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഫോർ സിമ്പതിയുടെയും ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.